മുതലപ്പുഴയിൽ മണൽ മൂടിയതോടെ മത്സ്യബന്ധനം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ മത്സ്യത്തൊഴിലാളികളുമായി ഇന്ന് ചർച്ച. മന്ത്രി സജി ചെറിയാൻ മത്സ്യത്തൊഴിലാളികളുമായി ചർച്ച നടത്തും. കളക്ടറേറ്റ് ഓഫീസിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് ചർച്ച നടക്കുക. ഹാർബർ വികസന സമിതി അംഗങ്ങൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവരെയാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. അഖിൽ പാലോട്ടുമഠം ചേരുന്നു. അഖിൽ, പറയൂ. കുറേ ദിവസമായി മുതലപ്പുഴയിലെ ജനവാസം അല്ലെങ്കിൽ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾ വളരെ അധികം ദുരിതം അനുഭവിച്ചു വരികയാണ്. കാരണം അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നില്ല. കായലിൽ നിന്നും കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ, ബോട്ടുകളൊന്നും തന്നെ ഇറക്കാൻ സാധിക്കാത്ത വിധത്തിലാണ് മണൽ കൂമ്പാരമായി കൂടിക്കിടക്കുന്നത്. ആ മണൽ നീക്കം ചെയ്യുന്നതിൽ, അതായത് ഗർജിൻ ചെയ്ത മണൽ നീക്കം ചെയ്യുന്നതിലെ സർക്കാർ പരാജയപ്പെട്ടതിനു പിന്നാലെയാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്നത്. അതിൽ പ്രതിഷേധിച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെയും അതുപോലെ തന്നെ ചുമട്ടുതൊഴിലാളികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ നേതൃത്വത്തിൽ തന്നെ ഹാർബർ എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം CITU നടത്തിയ ഒരു മാർച്ചിൽ വകുപ്പ് മന്ത്രി, ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ രാജി വരെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഫിഷറീസ് വകുപ്പ് മന്ത്രി ഒരു ചർച്ചയ്ക്ക് മത്സ്യത്തൊഴിലാളികളെയുമായും അനുബന്ധ സംഘടനാ പ്രതിനിധികളെയും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധികളെയും എല്ലാം തന്നെ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കളക്ടറേറ്റിലാണ് യോഗം ചേരുക. ജില്ലാ കളക്ടറേറ്റിൽ കളക്ടറുടെ അധ്യക്ഷതയിലായിരിക്കും യോഗം ചേരുന്ന. പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഒരു ശ്രമം നടത്തുക. ഈ മണൽ കൂമ്പാരമായി കൂടിക്കിടക്കുന്നതിൽ ബോട്ടുകൾ ഇറക്കുന്നതിൽ മാത്രമല്ല, വള്ളങ്ങൾ ഇറക്കുന്നതിൽ മാത്രമല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ആ ചിറയൻകീഴ നിയോജക മണ്ഡലത്തിലെ 7ഓളം വരുന്ന ഗ്രാമപഞ്ചായത്തിലെ ജനജീവിതത്തിന് തന്നെ അത് ബാധകമായിരിക്കുകയാണ്. കാരണം വെള്ളം പൊഴിമുറിഞ്ഞ് കടലുമായി കായലുമായി ബന്ധിക്കാത്തതിനെ തുടർന്നുണ്ടാകുന്ന വെള്ളം അധികമായി കയറുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് വീടിന് പുറത്തിറങ്ങാനും അതുപോലെ തന്നെ മറ്റു സൗകര്യങ്ങളിലും ഒന്നും തന്നെ പോകാൻ സാധിക്കാത്ത വിധത്തിലേക്ക് വെള്ളം കയറി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അവരെല്ലാവരും ദുരിതത്തിലേക്ക് കടന്നു, അല്ലെങ്കിൽ ദുരിതക്കയത്തിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വൈകാരികമായിട്ടായിരുന്നു മത്സ്യത്തൊഴിലാളികളുടെ ഒരു പ്രതികരണം ഉണ്ടാകുന്നത്. അത് പ്രതികരണത്തിൽ അവർ പറയുന്ന ഒരു കാര്യം തന്നെ, ഏതെങ്കിലും ഒരു താൽക്കാലിക ക്രമീകരണം എന്ന നിലയ്ക്ക് വെള്ളം കയറി ഏതെങ്കിലും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി ആരെങ്കിലും എത്തിയാൽ ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് വെള്ളം ഇറക്കാനുള്ള ഒരു ശ്രമം നടത്തിയാൽ മത്സ്യത്തൊഴിലാളികൾ അതിനെ പൂർണ്ണമായും തടയും എന്ന ഒരു പ്രഖ്യാപനമാണ് നിലവിൽ നടത്തിയിട്ടുള്ളത്. കാരണം ആ ദൃശ്യങ്ങൾ തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ ട്രാക്ടറിൽ കെട്ടിവലിച്ചാണ് കായലിൽ നിന്നും ഈ മണലിൻ്റെ പുറത്തുകൂടെ കടലിലേക്ക് ബോട്ടുകളെ, വള്ളങ്ങളെയൊക്കെ തന്നെ എത്തിച്ചിരുന്നത്. അതിനുശേഷമാണ് അവർ മത്സ്യബന്ധനത്തിലേക്കായും ഇവിടെ കുടുങ്ങിക്കിടന്ന, മുതലപ്പുഴയിലെ മത്സ്യബന്ധനത്തിനായി എത്തി ഇവിടെ കുടുങ്ങിക്കിടന്ന മത്സ്യത്തൊഴിലാളികൾ സ്വന്തം നാട്ടിലേക്കും തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. എന്തായാലും മുതലപ്പുഴ വിഷയം പരിഹരിക്കുന്നതിലേക്ക് വേണ്ടി മന്ത്രിതല ചർച്ച ഇന്ന് നടക്കുന്നുണ്ടായിരുന്നു. കാരണം ട്രേഡ് യൂണിയനുകൾ അടക്കം, അതായത് CPMന്റെ ഭരണാനുകൂല സംഘടനയടക്കമുള്ള CITU അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ, ട്രേഡ് യൂണിയൻ സംഘടനകളൊക്കെ തന്നെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു അടക്കം മുദ്രാവാക്യവുമായി തെരുവിലിറങ്ങിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു അടിയന്തര ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറായിരിക്കുന്നത്. രോഹിണി. ശരി, അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്.